ഒരു ദിവസം ലാലിക്കുട്ടൻ്റെ വീട്ടിലേക്ക് ഒരു വലിയ കാറ് വന്നു. അപ്പോഴത്തേക്കും ലാലിക്കുട്ടൻ എണ്ണീറ്റിരുന്നു. ലാലിക്കുട്ടൻ്റെ വീടെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കളർഫുൾ കൊട്ടാരമാണത്. ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു വലിയ ഗേറ്റ് കടക്കണം. ആ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ 2 ഭടന്മാരുണ്ട്. ലാലിക്കുട്ടനല്ല, ലാലു രാജാവ്. അവിടുത്തെ ഒരു ചെറിയ വലിയ രാജാവാണ് നമ്മുടെ ലാലിക്കുട്ടൻ. അങ്ങനെ ലാലിക്കുട്ടൻ്റെ വീട് കഴിഞ്ഞാലുടനെ കൊട്ടാരം കഴിഞ്ഞാലുടനെ തന്നെ നമുക്ക് കാണാം ലാലു രാജാവിൻ്റെ ഒരു ചെറിയ ഓഡിറ്റോറിയം സെറ്റും. അതിനുശേഷം നമ്മൾ ജോർജ് ചേട്ടനാണ് കേട്ടോ, ജോർജ് ചേട്ടൻ്റെ ഒരു ചെറിയ വീടാണ് കേട്ടോ. അതിനുശേഷം ഇങ്ങനെ വരുമ്പം നമ്മുടെ അവിടുത്തെ ഒരു ഡോഗി സെക്യൂരിറ്റീനെ കാണാം. അത് ഓഡിറ്റോറിയവും വീടും സൂക്ഷിക്കാനുള്ള സെക്യൂരിറ്റിയാണ്. അതിനുശേഷം വരുന്നത് ഒരു വലിയ ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിന് ഒരു സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതും നമുക്കവിടെ ഒരു ചെറിയ വീട് കാണാം. ആ ചെറിയ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു ഫ്ലാറ്റ് കാണാം. അതാണ് അവിടുത്തെ ഒരു ചെറിയ ഫ്ലാറ്റാണ്. അതിൻ്റെ മെയിൻ ഫ്ലാറ്റാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ ദൂരെ കാണുന്ന ഫ്ലാറ്റും അതിൻ്റെ ഇപ്പുറത്തൊരു എലിക്കുട്ടനെ കണ്ടോ. ആ ഫ്ലാറ്റിലേക്ക് ഇങ്ങനെ നടന്നു പോകണമെങ്കിൽ കുറച്ച് ദൂരം കേട്ടോ. ആ ദൂരം കഴിഞ്ഞ് നമ്മൾ ഫ്ലാറ്റിലെത്തിയപ്പോൾ അടിപൊളി ഫ്ലാറ്റ്, നല്ല കണ്ണൊക്കെയുള്ളൊരു ഫ്ലാറ്റാണത്. അതിൻ്റെ പുറകിലെത്തുമ്പോൾ ഒരു മഞ്ഞയും നീലയുമുള്ള ഒരു ചെറിയ വീടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തും ഒരു ചെറിയ വീടുണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ ലാലുക്കുട്ടൻ്റെ ഒരു ചെറിയ കൊട്ടാരം. അവിടെ 2 ഭടന്മാരും കുറേ ഭടന്മാരും. നമ്മുടെ ലാലു രാജാവിൻ്റെ വില്ലേജ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇപ്പം നമ്മുടെ ഈ